ധ്യാൻ ശ്രീനിവാസൻ രചന നിർവഹിച്ച് അദ്ദേഹം തന്നെ നായകനായി വിനയ് ജോസ് സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് ആപ് കൈസേ ഹോ. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സിനിമ തുടങ്ങിയ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴേ സിനിമയുടെ പോക്ക് എങ്ങോട്ടാന്ന് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നീട് തിയേറ്ററിൽ ഇരിക്കണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിലൊക്കെ ആയിരുന്നു ഞാൻ ഇരുന്നത്. സിനിമ തുടങ്ങുന്നത് ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ബാച്ചിലർ പാർട്ടി ആഘോഷിക്കുകയാണ്. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വരികയും അതിനുശേഷം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും ഒറ്റ രാത്രിയിലെ ഒരു സംഭവമാണ്, വൺ നൈറ്റിലെ സംഭവം കാണിച്ചുകൊണ്ടുള്ളൊരു ഒരു സിനിമയാണ് ആപ് കൈസേ ഹോ എന്ന് പറയുന്ന സിനിമ. സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ അജു വർഗീസ്, പിഷാരടി, ശ്രീനിവാസൻ, സൈജു കുറുപ്പ്, ജീവ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയയിൽ നിന്ന് വന്നേക്കുന്ന കുറച്ച് ആളുകൾ, പിന്നെ വീണ, അങ്ങനെ കുറേ അധികം അങ്ങനെയുള്ള കുറേ ആളുകളാണ് സിനിമയിൽ എത്തുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് അജു വർഗീസും പിഷാരടിയും തമ്മിലുള്ള ഒരു കോംബോ ഉണ്ട്. അത് കുറച്ച് വർക്കൗട്ടായി. അതൊഴിച്ചാൽ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിലെ ഏറ്റവും ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഈ സിനിമയുടെ പാട്ടുകളും BGM ആണ്. എസ്പെഷ്യലി BGM അതായത് സീനുകൾ ഒരു വഴിക്ക് പോകുന്ന BGM വേറൊരു വഴിക്ക് പോകുന്നു. ആ രീതിയിലുള്ള BGM ആണ്. ഒരിക്കലും അതായത് സിനിമയിലെ സീനുകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത BGM ആണ് ആഡ് ചെയ്തേക്കുന്നത്. എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒന്നിനു പുറകെ അടുത്തതായിട്ട് ഇങ്ങനെ പാട്ടുകൾ, പടം തുടങ്ങിയ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2-3 പാട്ട് വന്നു. അതും ഭയങ്കര ബോറായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ കണ്ട തിയേറ്ററിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ഹാഫിൽ 1-2 സ്ഥലത്തൊക്കെ ഭയങ്കര തന്നെ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു 2-3 സ്ഥലത്ത്. അതിന് എഡിറ്റിങ്ങിലെ പ്രോബ്ലം ആണോ, നമ്മൾ കണ്ട തിയേറ്ററിലെ പ്രശ്നമാണോ എന്നറിയത്തില്ല. എഡിറ്റിങ്ങും ഒക്കെ എനിക്ക് അത്ര ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്നതായിട്ടില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫിയും ബോറൊന്നും അല്ലായിരുന്നു, ജസ്റ്റ് ഓക്കെ എന്നുള്ളൊരിത് പറയാൻ മാത്രമേ ഉള്ളായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്തെ ഒരു ചെറിയൊരു പ്ലോട്ടാണ്, കഥയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്, രാത്രി നടക്കുന്ന സംഭവമാണ്. പെർഫോമൻസുകൾ അങ്ങനെ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയാനായിട്ട് ഈ പറഞ്ഞ കണക്ക് അജു വർഗീസും പിഷാരടിയുടെയും ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല. പിന്നെ സിനിമയുടെ തുടക്കത്തിലൊക്കെ ഒരു കരിക്കിനകത്തൊക്കെ വരുന്ന ഒരു നടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ ഒക്കെ ലിപ്സിങ്ക് ഒക്കെ ഡയലോഗ് ഒരു വഴിക്ക്, ലിപ്സിങ്ക് വേറൊരു വഴിക്ക്, അങ്ങനെയായിരുന്നു. അത് ചില ആക്ടേഴ്സിൻ്റെ ഒക്കെ അങ്ങനെ ഫീൽ ചെയ്ത് മൊത്തത്തിലൊരു എന്താ പറയണ്ടേ തട്ടിക്കൂട്ട് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതിൽ കൂടുതലൊന്നും തോന്നിയിട്ടില്ല. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.